ഹലോ, അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീടിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ഇനി കൊട്ടിയൂർ പറഞ്ഞ ക്ഷേത്രത്തേക്കാണ്. അപ്പം നമ്മൾ തിരുനെല്ലിയിലായിരുന്നു ഇതുവരെ. അങ്ങനെ പോകുന്ന യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കാണാം കേട്ടോ. നല്ല നല്ല ഭംഗിയായിരുന്നു. കാരണം എനിക്ക് യാത്രയിൽ ഭയങ്കര ഇഷ്ടമാകൊണ്ടതാവും ഞാനൊക്കെ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യൻ കണ്ണേട്ടൻ്റെ ഓരോ ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കാണ്. ഞങ്ങൾ പോയി അന്ന് മുതലാണ് ലേഡീസിനുള്ള പ്രവേശനം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിക്കാൻ വീണ്ടും പോവാണ്. അവിടെ കുളിച്ചിട്ടാണ് അങ്ങോട്ട് കയറുക. ഈറനോടൊക്കെയാണ് അവിടെ അമ്പലത്തിൽ കയറി തൊഴാട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ 2 വർഷം മുന്നേ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് കാറിലാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ ട്രാവലറിലാണ് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോയതാണ്. ഈ പൂവക്കോട് ഭാഗം എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ആ വെള്ളത്തിൽ ഭയങ്കര തണവായിരുന്നു. നമ്മൾ മലയുടെ മുകളിൽ നിന്ന് വരുന്നത് കൊണ്ടാവും. ഞാൻ പിന്നെ ഒരു കുളി ആദ്യം കഴിഞ്ഞതായിരുന്നു. പിന്നെ ആ ഒരു കുളിക്കൽ ഭയങ്കര തണുപ്പ്. ഞാൻ പറഞ്ഞു കുളിക്കാതെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ മുങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ലേഡീസായിരുന്നു ഒരുപാട് അവിടെ. പിന്നെ നമ്മൾ അത് എടുത്തിട്ട് അവർക്കൊരു ഇത് വേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെ കൂടെ വന്ന കുട്ടി അവിടെ മുങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഈറിനൊക്കെ ചുറ്റിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. ഒരുപാട് ദൂരം നിന്നാണ് നമ്മൾ നടന്നു വരുന്നത്. ഞങ്ങളവിടെ 5 മണിക്കൂറോളം ക്യൂ നിന്നു. അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിലാവുകൊണ്ടേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു. പിന്നെ ഈ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ 5-6 മണിക്കൂറൊക്കെ നിൽക്കല്ലേ, അവർക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങി കുടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ കഞ്ഞിവെള്ളം പൊതുവേ അലർജി ആയതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പിന്നെ ചുക്ക് കാപ്പിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് അവിടുത്തെ അമ്പലം. ഭയങ്കര ഭംഗിയാണ്. ഒരു തവണയെങ്കിലും അവിടെ പോകണം എന്നൊക്കെ പറയാം. അവിടെ ഒരു പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ഒരിത്. നമ്മൾ സാധാരണ അമ്പലത്തിൻ്റെ പോലെയല്ല. വർഷത്തിൽ ഒരു ദിവസം അങ്ങനെ കുറച്ച് ദിവസം മാത്രം ഉണ്ടാകുന്നതാണ്. എത്ര ദിവസമാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പിന്നെ അവിടെ നിന്ന് ഓടപ്പൂവാണ് അവിടുത്തെ ഭയങ്കര ഇത്. എല്ലാവരും മേടിച്ചു പോകുന്നുണ്ട്. അവിടെ 4 പുറം ഈ റോഡിൻ്റെ 2 സൈഡിലും ഫുള്ളും ഇതന്നെ. പിന്നെ ഓരോ ഭാഗങ്ങളിലേക്കായിട്ടുള്ളതും 4 പുറം പറഞ്ഞാൽ എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടോ. ഓടപ്പൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്തത് വേറൊരു അമ്പലത്തേക്കാട്ടോ പോയത്. അമ്പലത്തിൻ്റെ പേര് സത്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ഈ കുളം. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ കുളത്തിലൊരു പ്രത്യേകത, നല്ല ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ കാല് വെച്ച് കൊടുത്ത് കാലുമ്മ വന്ന് ഇങ്ങനെ കടിക്കും. ഞാൻ ഇറങ്ങാൻ കുറച്ച് നേരം മടിച്ചു കേട്ടോ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വെള്ളത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ 2-3-4 അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടോ. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. ആകെ അപ്പം ഞാൻ യാത്രയുടെ ക്ഷീണത്തിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.